പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പം താമസിച്ചാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമയപരിമിതിക്കുള്ളിൽ നമ്മുടെ ചർച്ചകളൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പം അർത്ഥത്തിൽ വളരെ ചുരുങ്ങിയ ചില വാക്കുകളിൽ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇത്രയും പ്രബുദ്ധരായ വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരുമുള്ള ഒരു സദസ്സിൽ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നതാണ്. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളും വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹവും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ബിന്ദു ടീച്ചർ വളരെ അച്ചടക്കത്തോടു കൂടി സംസാരിച്ചു. അതോടൊപ്പം തന്നെ പോക്കർ മാഷും വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കത്തിലേക്കൊക്കെ എഴുത്തുകാരൻ തന്നെ വിശദീകരിക്കുന്ന ഒരു അനൗചിത്യവും കൂടിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഇന്നത്തെ കാലത്ത് ഈ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ നേരിടുന്ന ഒരു ചില വെല്ലുവിളികളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പുസ്തക വിപണി ഇപ്പോൾ നോവലുകൾ, ആത്മകഥാപരമായിട്ടുള്ള കുറിപ്പുകൾ, സഞ്ചാര സാഹിത്യ കൃതികൾ തുടങ്ങിയിട്ടുള്ള ഒരു അനുഭവാത്മകമായ ലോകത്ത് അല്ലെങ്കിൽ ഒരു ഭാവനാത്മകമായ ലോകത്താണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ വായന, പുസ്തക വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏതാണ്ടൊരു 30 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ, മറ്റു കുട്ടികളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഓൺലൈനിൽ വായിക്കാറുണ്ടെന്ന് പറയാറുണ്ട്, നെറ്റിൽ വായിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ പുസ്തകം എന്ന് പറയുന്ന ഒരു ഭൗതികമായ ഒരു വസ്തുവിനെ അത് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വായിക്കുന്ന തലമുറ പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ പുതിയ തലമുറ അംഗീകരിക്കണമെന്നില്ല. അതോടൊപ്പം തന്നെ പുസ്തക വിപണിയുടെ കണക്കെടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചില ജനപ്രിയ നോവലുകളൊക്കെ ഓരോ ദിവസവും ഓരോ പതിപ്പുകൾ ഇറങ്ങുകയാണ്. എന്നെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പക്ഷെ ആ അർത്ഥത്തിൽ വൈജ്ഞാനിക കൃതികളുടെ ഒരു വളർച്ച അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു പോക്കർ മാഷിന്റെ തന്നെ ചില വൈജ്ഞാനിക കൃതികൾ എത്ര പതിപ്പുകൾ പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ എരിക്കിന്തി എന്ന് പറയുന്ന ആത്മകഥാപരമായിട്ടുള്ള പുസ്തകം നന്നായി വായിക്കപ്പെടുന്നുണ്ട്. അപ്പം അതിൽ ചില വിവാദങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാകാം. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ വൈജ്ഞാനിക എഴുത്തും വൈജ്ഞാനികമായ സാഹിത്യത്തിൻ്റെ വായനയും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി ഇന്നത്തെ കാലത്ത് നേരിടുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ജെ ദേവിക എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ നിരന്തര പ്രതിപക്ഷം, ആ പുസ്തകത്തിൻ്റെ കോപ്പികളുടെ എണ്ണം ഞാൻ നോക്കുമ്പോൾ 300 കോപ്പിയുള്ളൂ. ലിമിറ്റഡ് എഡിഷൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സീരീസിൽ എനിക്ക് തോന്നുന്നത് ജി ഉഷാകുമാരി ടീച്ചറിന്റെ പുസ്തകം മാത്രമാണ് ഒരു സെക്കൻഡ് പ്രിന്റ്, DC ബുക്സിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്, പ്രിന്റ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ തന്നെ കൊച്ചേട്ടന്റെ തെരഞ്ഞെടുത്ത കൃതികൾ എഡിറ്റ് ചെയ്ത് അത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. 500 കോപ്പിയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പബ്ലിഷിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് DC ബുക്സ് പോലുള്ള വളരെ വിതരണ ശൃംഖലകളുള്ള ഒരു പ്രസാധകർക്ക് പോലും ഇത്തരം വൈജ്ഞാനിക കൃതികളുടെ ഒരു പരിമിതി ഒരുപക്ഷെ അവർ തന്നെ വായനക്കാരെ പരിമിതപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കുന്നത് ബുക്ക് പ്ലസ് പോലുള്ള വലിയ ചെറിയ സമാന്തരമെന്ന് ഞാൻ പറയുന്നില്ല, മുഖ്യധാരയെന്നും പറയുന്നില്ല, ഇതിനിടയിൽ എവിടെയോ ഉള്ള ഒരു പ്രസാധക സംരംഭങ്ങളാണ് വാസ്തവത്തിൽ അത്തരം കൃതികൾ പ്രസിദ്ധീകരിക്കുന്നത്. ബുക്ക് പ്ലസിന്റെ തന്നെ കാറ്റലോഗുകൾ ശ്രദ്ധിച്ചറിയാം, അതിനകത്ത് ഫിക്ഷൻ റൈറ്റിങ്സ് വളരെ കുറവാണ്. അതർ ബുക്സ്, എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച അതർ ബുക്സ് ആണ്. അതർ ബുക്സിന്റെ കാറ്റലോഗുകളിലും ചില വിവർത്തന കൃതികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നുള്ള ഫിക്ഷൻ റൈറ്റിങ്സുകൾ പ്രസിദ്ധീകരിക്കുന്നത് കുറവാണ്. അതോടൊപ്പം തന്നെ ലോഗോസ് അങ്ങനെ തുടങ്ങി കുറേ പ്രസാധകരാണ് വാസ്തവത്തിൽ
ഈ വൈജ്ഞാനിക മേഖലയിൽ എഴുതുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ വായുവും വെള്ളവും കൊടുത്ത് അവരെ നിലനിർത്തുന്നതെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ജനപ്രിയമായ ഒരു ഫോർമുലയുടെ ഒരു സംഗതി തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ പുതിയ സിനിമകളെ വളരെ ആവേശത്തോടുകൂടി കാണുന്നുണ്ട്. പക്ഷേ സാഹിത്യത്തിൽ പുതിയ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ ഹിറ്റിനോട് മാനസികമായി താതാത്മ്യപ്പെടാനോ അല്ലെങ്കിൽ മാനസികമായി അതിനെ പിന്തുണയ്ക്കാനോ ഒരുപക്ഷെ ഒരു തലമുറയ്ക്ക് കഴിയുന്നില്ല. ഇപ്പൊ 35 പതിപ്പിറങ്ങുന്നു, 40 പതിപ്പിറങ്ങുന്നു, ഇങ്ങനെ തുടങ്ങി. അതേസമയം ബോക്സ് ഓഫീസിൽ 100 കോടി കടന്നു കഴിഞ്ഞാൽ, 100 കോടി ക്ലബിൽ കടന്നു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറുന്നുണ്ട്. ആ അർത്ഥത്തിൽ സാഹിത്യത്തിന്റെ ജനപ്രിയതയെ മറ്റൊരു തരത്തിൽ പൈങ്കിളി സ്വഭാവത്തിലേക്ക് മാറ്റുന്നു. അതേസമയം സിനിമയെ പോലുള്ള വളരെ മൂലധനമിറക്കിയുള്ള കലാപ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചുരുക്കുകയാണ്, ഈ വൈജ്ഞാനികമായ എഴുത്ത് വളരെ ശ്രമകരമായ ഒന്നാണ്. കാരണം ഒരു ലേഖനം നമ്മൾ എഴുതുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന റെഫറൻസുകൾ, ഇങ്ങനെ തുടങ്ങി വളരെ ശ്രമകരമാണ്. പക്ഷേ ഫിക്ഷൻ എഴുത്ത് ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. കവികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയാണ് ഏറ്റവും ശ്രമകരമായി എഴുതുന്ന കവികൾ പറയാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ എഴുത്തുകളും ശ്രമകരമാണ്. പക്ഷേ വൈജ്ഞാനികമായ എഴുത്തിന് വളരെ മുന്നൊരുക്കങ്ങളും അതിൻ്റെ തന്നെ വിശാലവും വിപുലവുമായിട്ടുള്ള വായനകളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പക്ഷേ അത്തരം എഴുത്തുകൾക്ക് ചുരുക്കം ചില ഗവേഷകരും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോട് താല്പര്യമുള്ള ചില വായനക്കാരും മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. എങ്കിൽ പോലും ഇത്തരം എഴുത്തുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ വൻകിട പ്രസാധകർ പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ പോലും വളരെ ചെറിയ പ്രസാധകരൊക്കെ ഇത്തരം പുസ്തകങ്ങളെ വളരെ നന്നായി സ്വീകരിക്കുകയും അവരിലൂടെ ഈ പുസ്തകങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വായനക്കാർക്കിടയിലാണെങ്കിലും എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പ്ലസ് എൻ്റെ 3ാമത്തെ പുസ്തകമാണ് ഇറക്കുന്നത്. അവരുടെ ഒരു എഡിറ്റോറിയൽ നയത്തെ ഞാൻ വളരെ എന്താ പറയുന്നത് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം നമുക്ക് ഞാൻ DC ബുക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതർ ബുക്സ്, അങ്ങനെ ഏതാണ്ട് ഒരു 5-6 പ്രസാധകരിലൂടെ എൻ്റെ പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുക, മറ്റൊരാൾക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ആ മാറ്റർ കൊടുക്കുക, എന്നിട്ട് ആ വ്യക്തിയിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് തന്നെ പറയുക, എഴുത്തുകാരൻ നിലയ്ക്ക് നമ്മളോട് പറയുക, ഈ ഭാഗങ്ങൾ ഒന്നുകൂടി വിശദമാക്കിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം, ഇങ്ങനെ തുടങ്ങി എഴുത്തുകാരിലോട് തന്നെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വളരെ നല്ല ഒരു എഡിറ്റോറിയൽ പ്രവർത്തനം ഈ പറഞ്ഞ ബുക്ക് പ്ലസിനുണ്ട്. അതേസമയം 2021 DC ബുക്സിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ബ്ലർബ് പോലും എഡിറ്റർ എഴുതാൻ മെനക്കെടുന്നില്ലെന്നുള്ളതാണ്. ഞാൻ എഴുതിയ ആമുഖത്തിൽ നിന്നൊരു ഭാഗം അതേപടി എടുത്ത് പിൻ കവറിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആലോചിച്ചു, അത്രയും എഡിറ്റോറിയൽ സിസ്റ്റം ഉള്ള ഒരു പ്രസാധകരിൽ പോലും ഈ പറയുന്ന ഒരു സൂക്ഷ്മത, ഒരു പുസ്തകത്തിൻ്റെ സമ്മറി കൃത്യമായിട്ട് എഴുതാനായിട്ടുള്ള ഒരു ശ്രമം പോലും നടത്തുന്നില്ല. ആ അർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എന്നെ സംബന്ധിച്ച് ബുക്ക് പ്ലസുമായിട്ടുള്ള ഇത്രയും കാലത്തെ ഒരു സഹകരണത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിനുള്ള എൻ്റെ വളരെ സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, സാംസ്കാരികമായി നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. ഇപ്പം ടോമി ജോസഫിനെ പോലുള്ള ആളുകളെ പാഠഭേദത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ലിസ്റ്റിൽ എത്രയോ മുൻപ് ഞാൻ വായിക്കുന്ന കാലം തൊട്ട് അറിയുന്നതാണ്. പക്ഷേ ഇന്നാണ് എനിക്കൊന്ന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ എന്താ പറയുക, സന്തോഷം തോന്നുന്ന ഈ ഒരു ഹാള്, ഇത്രയും ഒരു പുസ്തക പ്രകാശനത്തിനും ചർച്ചയ്ക്കും വേണ്ടി ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. ഒറ്റ ദിവസം തന്നെ 2ാമത്തെ പതിപ്പുകൾ ഇറങ്ങാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വിസ്മയങ്ങളും നമ്മുടെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നടക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാരായ വളരെ ചുരുക്കം വായനക്കാരുള്ള എഴുത്തുകാരൻ നിലയ്ക്ക് ഇതൊരു വലിയ സന്തോഷം നൽകുന്ന ഒരു സായാഹ്നമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.